ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയറും ഏത്തക്കായുടെ തൊലിയും വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: വൻപയർ, വാഴയ്ക്കയുടെ തൊലി, തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി. വൻപയറിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം വേവിക്കാൻ വയ്ക്കാം. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ള സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. വൻപയറും ഏത്തക്കായുടെ തൊലിയും കൂടെ ഇട്ട് വയ്ക്കുന്ന ഒരു പതിവ് പണ്ടുള്ള കാലങ്ങളിൽ ഉപ്പേരിയൊക്കെ വറുത്ത് കഴിയുമ്പം കായയുടെ തൊലിയും ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇത് കല്യാണ സദ്യക്കല്ല, തലേ ദിവസമുള്ള ചടങ്ങിന് പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ. ഏത്തക്കയുടെ തൊലി അരിഞ്ഞതാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കറുത്ത് പോകാതിരിക്കാൻ വേണ്ടി. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പയറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. കടുക്, കറിവേപ്പില, അരപ്പ്, തേങ്ങയും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച അരപ്പാണിത്. അരപ്പിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് കായയുടെ തൊലി ഇട്ട് കൊടുക്കാം. നമ്മൾ പയറിനകത്ത് കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കായത്തൊലിക്ക് ശകലം ഉപ്പ് വേണം. അതുകൊണ്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം മൂടി വെച്ച് വേവിക്കാം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കറി കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്.